മകളെ, ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗഫൂർ സാർ. സെറ്റ്സ് എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ +1 ഒന്നാമത്തെ പാഠത്തിന്റെ PYQs സോൾവ് ചെയ്യുന്നതാണ് നമ്മളുടെ ഇന്നത്തെ ടാസ്ക്. മക്കളെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഒരു സെറ്റ് തന്നിട്ടുണ്ട് 1 2 3. പേര് A is equal to 1 2 3. വാട്ട് ഇസ് ദ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ? ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്ന ഒരു സാധനമായിരുന്നു. അത് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് മെൻഷൻ ചെയ്യാണ്. ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു എന്ന് പറയാം. ഉത്തരം കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും തെറ്റുന്നതും തെറ്റാതിരിക്കുന്നതും പിന്നെയുള്ള വിഷയം ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. എ എന്നൊരു സെറ്റ് ഉണ്ട് 1 2 3. ഇതിന്റെ സബ്സെറ്റ് എത്ര എണ്ണമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്ന ഒരു ഇക്വേഷൻ. ദാറ്റ് ഈസ് 2 cube which is 8. കഴിഞ്ഞു. ഇതാണ് ഇതിന്റെ ഉത്തരം. അതായത് നെക്സ്റ്റ് വൺ, റൈറ്റ് ഓൾ സബ്സെറ്റ് ഓഫ് എ ഹാവിംഗ് 2 elements. രണ്ട് എലമെന്റ് ഉള്ള എല്ലാ സബ്സെറ്റും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുമടച്ചെഴുതാം 1 2, കണ്ണുമടച്ചെഴുതാം 2 3, കണ്ണുമടച്ചെഴുതാം 1 3. ഈ മൂന്നെണ്ണമാണ് രണ്ട് എലമെന്റ്സ് ഉള്ള സബ്സെറ്റ്. ഒന്ന് 0, ഒന്ന് നള്ളായിരിക്കും, ഒന്ന് ഇതേ സെറ്റ് ആയിരിക്കും. പിന്നെയുള്ളത് 1 2 3. കഴിഞ്ഞു, 8 എണ്ണമായി. ഇനി നോക്കിക്കേ, യു എന്നുള്ളത് 12 1 മുതൽ 6 വരെയുള്ളത്. എ കോംപ്ലിമെന്റ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ 1 2 3 ആണ്. അപ്പൊ ഇതിലുള്ള 1 2 3 ഒഴിവാക്കിയിട്ട് 4 5 6 എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഹോംവർക്ക് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്കുള്ള 4 മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടി ചെയ്തു കഴിഞ്ഞാൽ, ആൻസർ ശരിയായാൽ മാത്രം. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ which is here on the screen. ഇതും ഒരു PYQ ആണ്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് സെറ്റ് ബിൽഡർ ഫോം ആണ് തന്നിരിക്കുന്നത്. എ എന്നുള്ള സെറ്റ് ഉണ്ട്, ബി എന്നുള്ള സെറ്റ് ഉണ്ട്. എ ഇന്റർസെക്ഷൻ ബി, എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണോ അതാണ് ചോദ്യം. എ എന്നുള്ള സെറ്റ് എക്സ് എന്നുള്ളത് ഇറ്റ്സ് എ റിയൽ നമ്പർ ആൻഡ് -2. മക്കളെ ശ്രദ്ധിക്കണം, -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -5, വെറും 5. -2 which is closed, -5 which is also closed. ഇതാണ് എ എന്നുള്ളതിന്റെ ഒരു റേഞ്ച് തന്നിരിക്കുന്നത്. ബി എന്നതിന്റെ റേഞ്ച് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഇത് 2 ആണ്. മക്കളെ, നമ്മുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ 0 നമ്പർ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ 0 ഇവിടെ, -2 ഇവിടെ, 2 ഇവിടെ, ഇനി അടുത്ത എന്താ ലാസ്റ്റ് 5 6. 5 ലാസ്റ്റ് എൻഡിൽ നമ്മുടെ 6 ഉണ്ടാവും. ഞാൻ നമ്മുടെ 5നെ തൽക്കാലം ഞാൻ ഇങ്ങോട്ട് മാറ്റുവാണ്. ഇതാ ഇവിടെ 5 ഇവിടെ 6. നോക്കിക്കേ, നമുക്കിതിൽ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്നത് -2 എടുത്തു കഴിഞ്ഞാൽ മക്കളെ എയിൽ മാത്രമേ ഉള്ളൂ, ബിയിലില്ല. പക്ഷേ 2 എടുക്കുമ്പം -2 മുതൽ -5 വരെയാണ് എന്ത് എന്നത്, -5 അല്ല, സോറി, വെറും 5 വരെയാണ് എന്ത് നമ്മുടെ എ കിടപ്പുള്ളത്. -2 മുതൽ 5 വരെ, 5 വരെയാണ് നമ്മുടെ എ കിടക്കുന്നത്. 2 മുതൽ ഏത് വരെയാണ്? 6 വരെയാണ്. 6 ഉൾപ്പെടെയാണ് എന്ത് നമ്മുടെ ബി കിടക്കുന്നത്, മേലെയും താഴെ. അപ്പം 2 മുതൽ 5 വരെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നോക്കുന്നത്. 2 മുതൽ 5 വരെയുള്ളത് ഇത് രണ്ടും എന്താണ്? ക്ലോസ്ഡ് ആണ്. ഇതൊക്കെ എന്താണ്? ഈ 2 എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് എന്തായിരിക്കണം? 2 എന്നുള്ളത് ഓപ്പൺ ആയിരിക്കണം. 5 എന്നുള്ളത് 6 വേണ്ട. 5 എന്നുള്ളത് ക്ലോസ്ഡ് ആയതുകൊണ്ട് 5 ക്ലോസ്ഡ് ആണ്. ഇങ്ങനെ 2 ഓപ്പണും 5 ക്ലോസ്ഡും ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി which is the right answer. 1 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് എന്തായത് കിട്ടി. മക്കളെ, ഇനി 2 ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അവശേഷിക്കുന്നുള്ളൂ. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ, ഇതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, ഒരു നാച്ചുറൽ നമ്പർ എക്സ് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും? 1 വരും, 2 വരും, 3 വരും, 4 വരും. ഏത് സെറ്റിൽ? എ എന്നുള്ള സെറ്റിൽ. ഇതാണ് നമ്മളുടെ സെറ്റ് എ. 1 2 3 4. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. ഒരു പ്രശ്നമുണ്ട്. ഈ ക്വസ്റ്റ്യൻ മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? എക്സ് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എഴുതിയിരിക്കുന്ന 1 2 3 4 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതും എക്സ് ഗ്രേറ്റർ ദാൻ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 5 6 കഴിഞ്ഞാൽ 7 8 9 10 11 എക്സെട്ര. ഇതിൽ
ഇതിൽ ഏത് എലമെന്റ് വരിക? ചിൽഡ്രൻ, എക്സ് എന്നുള്ള സാധനം ലെസ് ദാൻ 5 ആൻഡ് ഗ്രേറ്റർ ദാൻ 7, അതായത് 5 താഴെ വേണം, 7 കൂടുതലും വേണം. ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടോ ഒന്ന് പറഞ്ഞേ. 5 ഒരു നമ്പർ, അതായത് ഒരു നമ്പർ കേട്ടോ, അല്ലാതെ എല്ലാം പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു നമ്പർ 5 താഴെയും 7 കൂടുതലും, അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെയുള്ള എലമെന്റ് ഉണ്ടോ? എലമെന്റ് ഇല്ല. കഴിഞ്ഞു. യെസ്, ഒരു മാർക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി. രണ്ടാമത്തെ സെറ്റ് ബിൽഡർ ഫോം ഓഫ് 6,12 ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. അപ്പം ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ വേണ്ട. ഫസ്റ്റത്തതിൽ ഈക്വൽ ടു ഉണ്ട്, വേണ്ട. മൂന്നാമത്തെ ഈക്വൽ ടു ഉണ്ട്, വേണ്ട. ഡിയിൽ ഓപ്ഷൻ ഉണ്ട്, ബി എന്നുള്ളതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ, വിച്ച് ഈസ് എക്സ് ഈസ് ഇൻ ബിറ്റ്വീൻ 6 and 12, which is the right answer. And third one, if A and B are two set such that A യും B യും രണ്ട് സെറ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ A subset of B, then A union B. A എന്നത് B ന്റെ സബ്സെറ്റ് ആണ്, A B യുടെ സബ്സെറ്റ് ആണ്. A യും B യും കൂട്ടിയാൽ A വരുമോ B വരുമോ എന്നാണ് ചോദ്യം. കണ്ണുമടച്ച് പറയാം, B എന്നുള്ളതാണ് എന്ത്? A സബ്സെറ്റ് ഓഫ് B എന്ന് പറഞ്ഞാൽ B ആണ് വലുത്, B ആണ് സൂപ്പർ സെറ്റ്. A സബ് ആണ്, A ചെറുതാണ്, A കൂട്ടല് വലുത്. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ആണ് വരിക. അപ്പം നമ്മുടെ B ആയിരിക്കും വരിക. And children, we are moving to the final question of our question, and this question is from March 2008. 2008 ചോദിച്ച ഒരു PYQയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. ആ സെറ്റിന്റെ പേര് ABCD. Y എന്ന മറ്റൊരു സെറ്റ് FDBG. FBDG ഇതാണ് രണ്ടാമത്തെ. ഫൈൻഡ് x മൈനസ് വൈ. എക്സ് മൈനസ് വൈ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ABCD മൈനസ് FBDG ഒന്നും വേണ്ട. A എന്തെന്നുണ്ട്? ഫസ്റ്റത്തതിൽ A ഉണ്ട്. എക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിന് ആൻസർ എഴുതാം. നോക്കിക്കോളൂ, A ഉണ്ട്, B രണ്ടിലുമുണ്ട്, അപ്പൊ B എഴുതണ്ട. C രണ്ടിലുമില്ല, D രണ്ടിലുമുണ്ട്, അപ്പൊ എന്ത് ചെയ്യണ്ട? D എഴുതണ്ട. അപ്പം എയും സിയും ആണ്, അതായത് ബിയും ഡിയും ആണ് എന്ത്? എയിലുള്ളതും വൈയില് ഉള്ളതുമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള. അപ്പം എക്സിന്റെ എല്ലാം എഴുതുക. ഇനി അടുത്തത് എന്ത് ചെയ്യാം? എക്സ് ഇന്റർസെക്ഷൻ വൈ. ഈ രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എക്സിനും വൈയിലും കോമൺ ആയിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നാണ്. ബി ഉണ്ട്, ഡി ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്, വേറെ ഒന്നും ഇല്ല. ഇനി ലാസ്റ്റ് ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എന്നുള്ളത് ബി ആണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രൂഫ് ഓൾറെഡി നമ്മൾ മുൻപ് കണ്ടതാണ്, അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നിങ്ങളുടെ പ്രീവിയസ് എപ്പിസോഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കിട്ടും. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അത് ഞാൻ കട്ട് ചെയ്തില്ല. അത് എന്ത് ചെയ്തു? അങ്ങനെ തന്നെ എത്തു. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഞാനൊരു ഹോംവർക്ക് ആയിട്ട് നൽകുകയാണ്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? അതിന് വളരെ ഭംഗിയിൽ കൃത്യമായി ഹോംവർക്ക് ചെയ്യുക മക്കളെ. അപ്പൊ നമ്മൾ ഇത്ര നേരം കണ്ടതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, സെറ്റ് എന്ന ചാപ്റ്റർ. ഈ കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. എന്താണ് സെറ്റ്, എങ്ങനെ ഡിനോട്ട് ചെയ്യും, എങ്ങനെ എഴുതും, ഓപ്പറേഷൻസ് എന്താണ്, അതിന്റെ വെൻ ഡയഗ്രാംസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും കോംപ്ലിമെന്റിനെ കുറിച്ചും എല്ലാം നമ്മൾ വളരെ ഭംഗിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് പഠിക്കുക, ഈ കോൺസെപ്റ്റ് എല്ലാം വിഷ്വലൈസ് ചെയ്യുക. എന്തെങ്കിലും തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി. ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാം. അതിനകത്ത് ഒരു തടസ്സങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും എല്ലാവരും വളരെ ഭംഗിയിൽ ഈ ചാപ്റ്റർ പഠിച്ച് സെറ്റാക്കി വെക്കാം. ടിൽ ദെൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.